സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വാക്യങ്ങൾ അല്ലെങ്കിൽ സെൻറ്റൻസുകളാണ്. നമ്മൾ ശ്രദ്ധിക്കാം എന്തൊക്കെയാണെന്നുള്ള. പിന്നെ ഒറ്റ കാര്യം, നിങ്ങൾ പുതുതായിട്ട് പഠിച്ച ഒരു സെൻറ്റൻസുകൾ നിങ്ങൾ ദയവായിട്ട് കമൻറ്റിൽ എഴുതാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഈ ഫാൻ ഒന്ന് ഓൺ ചെയ്യാവോ എന്നങ്ങനെ പറയും. ക്യാൻ യു ടേൺ ഓൺ ദ ഫാൻ? ക്യാൻ യു ടേൺ ഓൺ ദ ഫാൻ? സ്വിച്ച് ഓൺ ദ ഫാൻ എന്നുള്ള സാധാരണ ഇച്ചിരി നല്ല ഇംഗ്ലീഷ് ടേൺ ഓൺ ആണ്. അപ്പോൾ ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാമോ അല്ലെങ്കിൽ ഈ ഫാൻ ഒന്ന് ഓഫ് ചെയ്യാമോ എന്നെങ്ങനെ പറയും? ക്യാൻ യു ടേൺ ഓഫ് ദ ലൈറ്റ് അല്ലെങ്കിൽ ക്യാൻ യു ടേൺ ഓഫ് ദി ഫാൻ എന്ന് പറയാം. അല്ലെങ്കിൽ പ്ലീസ് ടേൺ ഇറ്റ് ഓഫ്, നമ്മൾ കൈ ചൂണ്ടിക്കൊണ്ട് പറയാം പ്ലീസ് ടേൺ ഇറ്റ് ഓഫ് എന്ന് പറയാം. ക്യാൻ യു ടേൺ ഓഫ് ദ ഫാൻ? ക്യാൻ യു ടേൺ ഓൺ ദ ഫാൻ? പ്ലീസ് ടേൺ ഇറ്റ് ഓഫ്. ആ നോബ് ഒന്ന് വലത്തേക്ക് തിരിക്കുക. നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് നോബ്. നമ്മൾ സാധാരണ ചിലതിൻ്റെയൊക്കെ റേഡിയോയുടെയൊക്കെ അല്ലേ നോബ് ഒന്ന് വലത്തേക്ക് തിരിക്കാമെന്ന് അങ്ങനെ പറയും. അപ്പോൾ ശ്രദ്ധിക്കുക, അതിന് നമ്മൾ പറയുന്നത് ക്യാൻ യു ടേൺ ദ നോബ് ക്ലോക്ക് വൈസ് എന്നാണ്. ഇപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് എന്താണ്? ക്ലോക്ക് എങ്ങനെയാണ് കറങ്ങുന്നത് ആ ഡയറക്ഷനിൽ തിരിക്കുന്നതിനാണ് ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിക്കുന്നതിന് എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് എന്നാണ് പറയുന്നത്. ക്യാൻ യു ടേൺ ദ നോബ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോക്ക് എങ്ങനെ തിരിയുന്നു അതുപോലെ തിരിക്കുന്നത് ക്ലോക്ക് വൈസ്. ക്യാൻ യു ടേൺ ദ നോബ് ക്ലോക്ക് വൈസ്? ക്യാൻ യു ടേൺ ദ നോബ് ആൻറ്റി ക്ലോക്ക് വൈസ്? എനിക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന്. ഐ നോ ഹൗ ടു ഡു ഇറ്റ്. I know how to do it. അതൊന്ന് പൊക്കാവോ? Can you lift that? Can you lift that? ഒന്ന് വലിക്കാവോ? Can you pull it? Can you pull it? ഒന്ന് തള്ളിക്ക്. Please push it. Please push it. അപ്പോൾ തള്ളുകയും വലിക്കുകയും തമ്മിൽ ഉള്ള വ്യത്യാസം ഇംഗ്ലീഷ് അറിയാവുന്നവർക്കും ഒക്കെ വരുന്ന ഒരു വ്യത്യാസം. നമ്മളെവിടെയും പോകുമ്പോൾ പുഷ് ഇറ്റ് എന്നാണെങ്കിൽ നമ്മളവിടെ പുള്ള് ചെയ്യും അല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പോൾ പുള്ളും പുഷും ഓർക്കുക. ഒന്ന് ഊതാവോ? Can you blow it? Can you blow it? കീറരുത് കേട്ടോ. ഡോണ്ട് ടിയർ ഇറ്റ്. ഡോണ്ട് ടിയർ ഇറ്റ്. അലറരുത്. ഡോണ്ട് എൽ. ഡോണ്ട് എൽ. ഇത് ഗൗരവമായിട്ട് എടുക്കുക കേട്ടോ. ബി സീരിയസ്. ബി സീരിയസ്. അത് എറിയരുത് അല്ലെങ്കിൽ അത് വലിച്ചെറിയരുത്. ഡോണ്ട് ത്രോ ഇറ്റ്. ഡോണ്ട് ത്രോ ഇറ്റ്. അവൻ ഏതാ? ഹൂ ഇസ് ഹി? ഹൂ ഇസ് ഹി? ഇപ്പം നിങ്ങൾ പൊക്കോ. യു മേ ഗോ നൗ. യു മേ ഗോ നൗ. അതൊന്ന് ഒട്ടിക്കാവോ? ക്യാൻ യു പേസ്റ്റ് ഇറ്റ് ഹിയർ? ക്യാൻ യു പേസ്റ്റ് ഇറ്റ് ഹിയർ? അല്ലെങ്കിൽ ക്യാൻ യു ഫിക്സ് ഇറ്റ് ഹിയർ? പെട്ടെന്നാട്ടോ കേട്ടോ. ഹറി അപ്പ്. ഹറി അപ്പ്. മിണ്ടായിരിക്കുക. ബി ക്വയറ്റ്. കീപ് ക്വയറ്റ്. എനിക്ക് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ഡു ഇറ്റ്. ഐ ക്യാൻ ഡു ഇറ്റ്. ഇപ്പം തന്നെ ചെയ്യുക. ഡു ഇറ്റ് നൗ. ഡു ഇറ്റ് നൗ. സൂക്ഷിച്ച് വേണം കേട്ടോ. ബി കെയർഫുൾ. ബി കെയർഫുൾ. ആർക്കറിയാം? ഹൂ നോസ്? ഹൂ നോസ്? അത് വിട്ടേ. ജസ്റ്റ് ലീവ് ഇറ്റ്. അല്ലെങ്കിൽ ലീവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി. ലീവ് ഇറ്റ്. അത് അത്ര എളുപ്പമല്ല, ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് ഈസി, ഇറ്റ്സ് ഹാർഡ്. ഇറ്റ്സ് നോട്ട് ഈസി, ഇറ്റ്സ് ഹാർഡ്. പിന്നെ ചെയ്താൽ മതി. ഡു ഇറ്റ് ലേറ്റർ. ഡു ഇറ്റ് ലേറ്റർ. അതെടുത്തോ. പ്ലീസ് ടേക്ക് ഇറ്റ്. പ്ലീസ് ടേക്ക് ഇറ്റ്. ഇറ്റ്സ് യുവേഴ്സ് എന്ന് പറയാറുണ്ട്. നിങ്ങളുടെയാണ്. ഇതെടുത്തോ. പ്ലീസ് ടേക്ക് ഇറ്റ്. ഇറ്റ്സ് യുവേഴ്സ്. നമുക്ക് ഇറങ്ങിയാലോ? ഷാൽ വി ഗോ? അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇറങ്ങിയാലോ? ഷാൽ വി ഗോ നൗ? നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് നമ്മൾ പറയാറില്ലേ നമുക്ക് ഇറങ്ങിയാലോ എന്ന്? ആരാ പറഞ്ഞത്? ഹൂ സെഡ് ദാറ്റ്? ഹൂ സെഡ് ദാറ്റ്? അതെന്നാ പറ്റാത്തത്? വൈ നോട്ട്? എന്തുകൊണ്ട് സാധിക്കത്തില്ല? വൈ നോട്ട്? എന്തുകൊണ്ടാണ് എന്നെ പരിഗണിക്കാത്തത്? വൈ നോട്ട് മീ? വൈ നോട്ട് മീ? അവനോട് ഇച്ചിരി മാറി നിൽക്കുന്ന കേട്ടോ നല്ലത്. ബെറ്റർ ടു സ്റ്റേ അവേ ഫ്രം ഹിം. ബെറ്റർ ടു സ്റ്റേ അവേ ഫ്രം ഹിം. അവനെ വിശ്വസിക്കരുത് കേട്ടോ. ഡോണ്ട് ട്രസ്റ്റ് ഹിം. ഡോണ്ട് ട്രസ്റ്റ് ഹിം. എനിക്കറിയാം ഇവിടുത്തെ മലയാളം ഞാൻ എഴുതിയും തെറ്റാണെന്നറിയാം, എങ്കിലും ഡോണ്ട് ട്രസ്റ്റ് ഹിം. എനിക്കൊന്ന് വഴി തെറ്റിയെന്നാണ്. നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും വണ്ടി ഓടിച്ചു പോകണം. അപ്പോൾ എനിക്കൊന്ന് വഴി തെറ്റിയെന്നാണ്. ഐ തിങ്ക് ഐ എം ലോസ്റ്റ്. ഐ തിങ്ക് ഐ എം ലോസ്റ്റ്. ഇച്ചിരി പതുക്കെ പോകും. പ്ലീസ് സ്ലോ ഡൗൺ. പ്ലീസ് സ്ലോ ഡൗൺ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ലെറ്റ് ഇറ്റ് ബി. ലെറ്റ് ഇറ്റ് ബി. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ലെറ്റ് ഇറ്റ് ബി. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് ദ പ്രോഗ്രാം? ഹൗ വാസ് ദ പ്രോഗ്രാം? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഹൗ വാസ് ഇറ്റ്? പ്രോഗ്രാമിന് പോയിട്ട് വന്നാൽ അല്ലേ ഹൗ വാസ് ഇറ്റ്? അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള PDF എൻ്റെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.